ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ ഓപ്പോണന്റ് എന്തായാലും വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സ്ക്വാഡൊന്ന് ചേഞ്ച് ആക്കിയിട്ടുണ്ട്. കാരണം എന്താ പറയുക, ഒന്ന് വ്യത്യസ്തമാക്കി വെറൈറ്റി ആക്കിയിട്ടുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഓപ്പോണന്റ് എത്തിയിട്ടുണ്ട്. അപ്പം ഓപ്പോണന്റ് സ്ക്വാഡ് കാണിച്ചു തരാം ഗൈസ്. 4-2-1-3 ആണ് അവരെടുത്തേക്കുന്നത്. അതുപോലെ തന്നെ നോക്ക്, ഹാളൻഡ് ഉണ്ട്, അതുപോലെ തന്നെ മെസ്സി ഉണ്ട് ഗൈസ്. മറ്റേ നിങ്ങൾ ഏറ്റവും കൂടുതൽ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടപ്പം അതിന് ഏറ്റവും കൂടുതൽ പോലുള്ള ഇതിനാണ്. അപ്പം എന്താണെന്ന് അറിയില്ല, നമ്മുടെ കയ്യിലുള്ള CF മെസ്സിയും അതുപോലെ തന്നെ നമ്മളാണ് റേറ്റിംഗ് ഉണ്ട്. പക്ഷേ എന്താണെന്ന് നോക്കാം. ബൂട്ട് കേസിംഗ് മെസ്സി അല്ല, മറ്റേതാണ്. അപ്പം എന്താ പറയുക, 2 മെസ്സിയും കൂടെ ഏറ്റവും കൂടുതലാണ് ഗൈസ്. അപ്പോൾ എന്താണെന്ന് അറിയില്ല, നമുക്ക് നോക്കാം ആരാ ജയിക്കുന്നത്. കാരണം ഓക്കെ, എന്തായാലും ഒരു അടിപൊളി മാച്ച് ആയിരിക്കും കേട്ടോ. കാരണം എന്താ പറയുക, അവർ 4-2-1-3 നമ്മൾ ഓക്കെ. അപ്പോൾ നമ്മുടെ ഓപ്പോണന്റ് വന്നിട്ടുണ്ട് എന്തായാലും. ഓക്കെ, ലൂയിസ് റോമനാണ് മാനേജർ, നമ്മുടെ ക്രിസ്ത്യാനോ ആൽബന. അപ്പോൾ എങ്ങനെയുണ്ടാവും നോക്കണ്ട ഗൈസ്. അതുപോലെ തന്നെ ഗൈസ് എന്താ പറയുക, ഞാൻ അടുത്തൊരു വീഡിയോ ഇടുമ്പോൾ കാണിച്ചു തരാം. എനിക്ക് ഫ്രീ ആയിട്ടൊരു ഇത് കിട്ടിയിട്ടുണ്ട് വേൾഡ് വൈഡിൻ്റെ, അത് ഞാൻ കാണിച്ചു തരാം. മെസ്സി, കേസ്മിറോ, മാർക്കിനസ് ടു അക്കർലെ ടു നെയ്മർ ഗൈസ്. ഹക്കീമി എടുത്തിട്ടുണ്ട്. മറഡോണ, മെസ്സി, ഈ മെസ്സിയാണ് ഗൈസ്. ഓക്കെ, ഗോളിയിലേക്ക് ഗൈസ് നോക്കാം. ബാർസലോണ ഓർസ്യൂ ഓക്കെ കിട്ടിയിട്ടുണ്ട്. വാൽവർഡെ ഗൈസ്, ഫെർണാണ്ടസ്, സോറി ലെവൻഡോസ്കി, ഓസ്ചാട്ടെ, ലെവൻഡോസ്കി ടു വാൽവർഡെ ടു മെസ്സി ഗൈസ്. ഓസ്ചാട്ടെ ഗൈസ്, ഹാളൻഡ് പണി പാടിച്ചു. മെസ്സി ഗൈസ്, ഈ മെസ്സിയാണ് കുടിക്കാൻ. മാർക്കിനസ് എടുത്തിട്ടുണ്ട്. ഓക്കെ, മാർക്കിനസ് ടു ഗൈസ് മറഡോണ ടു കിമ്മിച്ച് ഗൈസ്. കിമ്മിച്ച് എടുത്തിട്ടുണ്ട്, അത് വീണ്ടും പോകുന്നു. ഈശ്വര ഗൈസ്. ഓസ്ചാട്ടെ, മറഡോണ അടിക്കാൻ നോക്കുന്നുണ്ട് കേട്ടോ. കേസ്മിറോ, നെയ്മർ ഗൈസ്, നല്ലൊരു ചാൻസാണ് കിട്ടിയിരിക്കുന്നത്. നെയ്മർ കളഞ്ഞും തോന്നുന്നു, ഗോളി കയറി. ഗൈസ് നല്ലൊരു ചാൻസ് ആയിരുന്നു, അത് വെറുതെ ത്രൂട്ട് കളഞ്ഞു. ഓക്കെ, ഹെർണാണ്ടസ്, ടച്ചുമനി, മറഡോണ എടുത്ത് കേസ്മിറോ അറ്റാക്ക് ചെയ്യുന്നുണ്ട് ഗൈസ്. വീണ്ടും ഗൈസ് ടച്ചുമനി, ഹാളൻഡ്, കോസ്റ്റാട്ടെ ഗൈസ്. എന്തായാലും എന്താ പറയുക, വീണ്ടും മെസ്സി. ഓക്കെ, വാൽവർഡെ ടു ഗൈസ് കിമ്മിച്ച് ഹക്കീമി. ഈ ത്രൂ പാസ് ഇങ്ങനെ ആവുന്നുണ്ട് ഗൈസ്. ഗൈസ്, ഹാളൻഡ് അറ്റാക്ക് ചെയ്തിട്ടുണ്ട്. വാൽവർഡെ ഗൈസ്, വീണ്ടും കോസ്റ്റാട്ടെ കിട്ടിയിട്ടുണ്ട്. കോസ്റ്റാട്ടെ ടു ഗൈസ്, പണിയാവും. ഹാളൻഡ് വീണ്ടും അറ്റാക്ക് ചെയ്യുന്നുണ്ട്. കോസ്റ്റാട്ടെ. ഓക്കെ, ലെവൻഡോസ്കി ഇറക്കിയിട്ട് കുറേ ആയിട്ടോ ഗൈസ്. മെസ്സി എന്താ പറയുക, ലെവൻഡോസ്കിനെ കുറേ ആയി കക്കല്ലേ. ഓക്കെ, എന്നാൽ ഹക്കീമി വീണ്ടും ഗൈസ് കുറേ ആയി ലെവൻഡോസ്കിനെ ഇറക്കിയിട്ട്. എനിക്ക് തോന്നുന്നു നമ്മൾ ഈ പണ്ടം കണ്ട മാച്ചിനെ ഇറക്കിയത്, പിന്നെ ഇറക്കിയിട്ട് പോലും ഗൈസ്. വീണ്ടും വന്നു മെസ്സി. ഇതാ മെസ്സി. എടാ എൻ്റെ മോനെ, ക്രോസ് പണി കാണുമോ ഗൈസ്? എന്താ ലാഗായല്ലോ ഗൈസ്. അടിച്ച് ഗൈസ്, അവിടെ ലാഗ് വന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് ആ ഗോൾ കയറിയതും. എന്തായാലും അവന്മാർ അടിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഈ മെസ്സി എന്തായാലും നിങ്ങൾ ഗോൾ ചെയ്ത പോലെ സീനാണ്. നമുക്കത് കിട്ടിയില്ല കേട്ടോ ഗൈസ്, കാരണം കോയിൻ ഇപ്പോൾ വന്നിട്ടുണ്ട് ഗൈസ്. ഞാനെന്താ പറയുക, കുറച്ച് കോയിൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം ഇപ്പം എന്താ പറയുക, ഈ ഫുട്ബോൾ കൊറാബി നമുക്ക് ഡെയിലി ഒരു 10 കോയിൻ വെച്ച് തരുന്നുണ്ട്. അപ്പോൾ എനിക്കിപ്പോൾ ഏകദേശം 150ഓളം കോയിനായെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ പക്ഷേ കറക്കിയിട്ടില്ല ഗൈസ്. നമുക്ക് നോക്കാം. ലെവൻഡോസ്കി, വീണ്ടും മെസ്സി, കേസ്മിറോ ടു ബാക്ക് കിമ്മിച്ച് ടു മെസ്സി ടു നെയ്മർ ടു അക്കർലെ ടു ഹക്കീമി. അവിടെ നിന്ന് അറ്റാക്ക് ചെയ്തല്ലോടാ ഗൈസ്. അപ്പോൾ എന്താ പറയുക, നിങ്ങൾക്ക് കോയിൻ ഉണ്ടെങ്കിൽ നിങ്ങൾ കറക്കിയിട്ടുണ്ടെങ്കിൽ, ആരെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ജസ്റ്റ് നമ്മുടെ വീഡിയോൻ്റെ അടിയിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഹാളൻഡ് ഗൈസ്, റോഡ്രിഗർ ഗൈസ്. പിന്നെ അതുപോലെ തന്നെ ഈ ഗ്രീൻ കാർഡിൻ്റെ കിട്ടിയായിരുന്നു. അത് ഞാൻ എന്താ പറയുക, നമുക്ക് കുറച്ച് പൈസ കൂട്ടി വെച്ചിട്ട്, എന്താ പറയുക, കോയിൻ കൂട്ടി വെച്ചിട്ട് നമുക്ക് വേറെ എപ്പോഴെങ്കിലും, എനിക്ക് തോന്നുന്നു ഈ വരുന്ന എന്താ പറയുക തിങ്കളാഴ്ച മിക്കവാറും റൊണാൾഡോ വരാൻ ചാൻസ് ഉണ്ട് ഗൈസ്. അതെന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ കുറേ ഇത് നോട്ടിഫിക്കേഷൻ കണ്ടായിരുന്നു റൊണാൾഡോ വരുന്നു. അപ്പോൾ നമുക്ക് എന്തായാലും റൊണാൾഡോ കിട്ടുമെന്നൊക്കെ. ബാക്കോട്ട് ഗൈസ്, കേസ്മിറോ ഗൈസ്. അപ്പോൾ നമുക്ക് എന്തായാലും നോക്കാം. ഓക്കെ, അപ്പോൾ ഗൈസ് എന്തായാലും ഷോട്ട് നോക്കുകയാണെങ്കിൽ അവരൊരു ഷോട്ട്, പാസസൊക്കെ ഒരേപോലെ തന്നെയാണ് ഗൈസ്. അപ്പോൾ ഗൈസ് അതുപോലെ തന്നെ മോഡ്രിച്ചിന് കളിയിൽ ഇറക്കിയിട്ട് കുറേ ആയിട്ടോ ഗൈസ്. അപ്പോൾ നമ്മൾ മാർട്ടിനസിനെ ഇറക്കിയിട്ടുണ്ട്, അതുപോലെ തന്നെ ജെറാഡ് ഗൈസ്. അപ്പോൾ നമ്മളെന്തായാലും സെക്കൻഡ് ഹാഫിലേക്ക് പോവുകയാണെങ്കിൽ എന്തായാലും നമുക്ക് നോക്കാം മാച്ച് എങ്ങനെ ഉണ്ടാകുന്നു. ഇപ്പോൾ അവരാണ് ഒരു ഗോൾ അടിച്ച് വെക്കുന്നത്. അത് അവിടെ ലാഗും ആയിട്ടോ, അതാണ് സീനായത്, നെറ്റ്വർക്ക് ഇഷ്യൂവിൻ്റെ. അത് കാരണമാണ് അവന്മാർ ഗോൾ അടിച്ചത്. അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും ഒരു അറ്റാക്കിങ് നടന്നേനെ. പിന്നെ മെസ്സി ആയതുകൊണ്ടാണ് കേൾക്കുന്നത് ആ ഒരു ഗോൾ കയറിയാനെ, അല്ലെങ്കിൽ അങ്ങനെ കയറുമൊന്നുമില്ല. ഹാളൻഡ് ഉണ്ട്, ഹാളൻഡിനെ പിന്നെ നമ്മളങ്ങനെ കയറാൻ അനുവദിച്ചില്ലായിരുന്നു. ഹാളൻഡ്, മറഡോണ,
അത് ക്ലീൻ ഷോട്ടുള്ള മാർക്കിനസ്. കേസ്മിറോ ടു ജെറാഡ് ടു അക്കർലെ. നെയ്മർ ടു ജെറാഡ് ടു കേസ്മിറോ. അതൊരു പണിയായോ? ഇല്ല. പോസ്റ്റേട്ടെ ടു ഹാളൻഡ്. ഇല്ല, റോഡ്രിഗർ എടുത്തിട്ടുണ്ട്. റോഡ്രിഗർ ടു നെയ്മർ. ഹാളൻഡ്. മറഡോണ. എൻ്റെ മോനെ പണി പാടുമോ? ഇല്ല. കണ്ടോ ഗൈസ്, ഇതാണ് കുടുങ്ങുന്ന കോസ്റ്റേട്ടാ. ഗൈസ് ഗോളി കണ്ടോ, ഇടയ്ക്ക് ഇറങ്ങി വരികയാണ്. എങ്ങോട്ടാണ്? അതെന്താ സംഭവം എന്നറിയില്ല. ഞാനെന്താ പൊസിഷൻ ട്രെയിനിങ് ചെയ്തതിനു ശേഷം ഇങ്ങനെയാട്ടോ ഗൈസ്. കിട്ടിയില്ല ഗൈസ്. മെസ്സി. മറഡോണ. ഹാളൻഡ്. ഗൈസ് മാർക്കിനസ് എടുത്തിട്ടുണ്ട്. എന്തായാലും ഗോളി ഇറങ്ങി വരികയാണ് ഗൈസ്. അതൊരു സീൻ തന്നെയാണ്. മെനുയർ. മാർട്ടീനസ്. ഗൈസ് ഹെർണാണ്ടസ്. ഹാളൻഡ്. മെസ്സി. റോഡ്രിഗർ എടുത്തിട്ടുണ്ട് ഗൈസ്. റോഡ്രിഗർ. ഓക്കെ. നെയ്മർ. മെസ്സി. അക്കർ എടുത്തിട്ടുണ്ട് ഗൈസ്. നെയ്മറിനോട് വീഴ്ത്തിയ മെസ്സി ടു ഗൈസ്. നല്ലൊരു പാസ്സാണല്ലോ. മാർട്ടീനസ്. ഗൈസ് വാൽവെർഡെ. സമ്മതിക്കുന്നില്ല ഗൈസ്. അവിടെ ഹെഡിങ് നടത്താൻ പറ്റാൻ പറ്റും. ജെറാഡ് ടു നെയ്മർ. പോസ്റ്റ് അറ്റാക്കിങ് ഗൈസ്. അതുപോലെ തന്നെ മെസ്സി. മെസ്സി ഗൈസ് കിട്ടിയിട്ടുണ്ട്. ജെറാഡ്. ഓക്കെ. നെയ്മർ ടു മെസ്സി. നല്ലൊരു പാസ്സാണല്ലോ ഗൈസ്. മാർട്ടീനസ്. എടുത്ത് അതുപോലെ തന്നെ വാ പണി പാണിക്കുന്നു ഇവർ തോന്നി. അതാ ഹെർണാണ്ടസ് അറ്റാക്ക് ചെയ്തു ഗൈസ്. വീണ്ടും കിട്ടിയിട്ടുണ്ട് ഗൈസ്. എന്തായാലും നമുക്ക് നോക്കാം എന്താവുമെന്ന്. നെയ്മർ. ഗൈസ് നല്ലൊരു പിന്നെയും കിട്ടിയിട്ടുണ്ട്. 75 മിനിറ്റിൽ നെയ്മർ ബാക്കോട്ട്. അക്കർലെ ടു ത്രോയും പോയിരിക്കുകയാണ് ഗൈസ്. പണി പാടുമോ നോക്കാം. കോസ്റ്റേട്ടെ 76 മിനിറ്റ് ആയിരിക്കുകയാണ് ഗൈസ്. മെസ്സി. ഓക്കെ. റോഡ്രിഗർ. വാൽവെർഡെ. ഗൈസ് അതുപോലെ തന്നെ നിങ്ങളെന്താ പറയുക, പരമാവധി കോയിൻ നോക്കി വെച്ചിട്ട് എന്താ പറയുക. എനിക്കിപ്പോൾ 2 പ്രാവശ്യം ഞാൻ കറക്കിയായിരുന്നു, പക്ഷെ കിട്ടിയില്ല ഗൈസ്. വെറുതെ കോയിൻ പോയി. അപ്പോൾ എന്താ പറയുക, നമുക്ക് റൊണാൾഡോ വരുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പം നല്ല പ്ലേയേഴ്സൊക്കെ ഇനിയും വരട്ടെ. അപ്പോൾ നമ്മൾ കറക്കിയെടുത്ത് നമ്മുടെ ടീമിനൊന്ന് സെറ്റപ്പ് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ ഗൈസ്. ഓക്കെ. കർലെ. കേസ്മിറോ. ജെറാഡ് നെയ്മർ. മറഡോണ. ജെറാഡ് അത്യാവശ്യം നന്നായിട്ട് കളിക്കുന്ന ഒരു പ്ലെയറാണ് ഗൈസ്. അതുപോലെ കക്കർലയും എന്താ പറയുക, കിട്ടുന്ന ചാൻസൊക്കെ ഈ ഹക്കീമി ത്രോയിൻ ഗൈസ്. അപ്പോൾ എന്തായാലും എന്താ പറയുക, ഈ മാച്ച് അങ്ങനെ ഏകദേശം കഴിയാനായി തുടങ്ങി. 88 മിനിറ്റ് എത്തിയിട്ടുണ്ട്. അതുപോലെ അവിടെ ഹക്കീമിയും അപ്പുറ സൈഡിലെ അറ്റാക്കിങ് ഫെർണാണ്ടസ് ആയിരുന്നു പ്രശ്നമായത് ഗൈസ്. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ കുറേ പ്ലേയേഴ്സിൻ്റെ എനർജി പോയിട്ടുണ്ട് ഗൈസ്. ഓക്കെ ഗൈസ്. അപ്പോൾ നമ്മൾ എംബാപ്പേനെ ഇറക്കിയിട്ടുണ്ട്. കാരണം എംബാപ്പേനെ വിങ് ഫോർവേഡിൽ ഇട്ടിട്ടുണ്ട് കുറേ ആയി ഇറക്കിയിട്ട്. അതുപോലെ തന്നെ ഈ മാച്ചിൽ ഗൈസ് നമ്മുടെ ലീക്കാങ്കി പുതിയ എന്താ പറയുക, ഞാൻ ഈ പ്ലെയറിനൊന്നും ഇറക്കിയിട്ടേ ഇല്ല, കുറേ ആയി ഇറക്കിയിട്ടൊക്കെ. അതുപോലെ തന്നെ അൽവാരസിനെയൊക്കെ എന്താ പറയുക, എനിക്ക് ഈ അൽവാരസിന് എടുത്ത് കിട്ടിയത് കേട്ടോ ഗൈസ്. ഞാൻ ഈ കറക്കിയപ്പോൾ എനിക്ക് കിട്ടിയതാണ്. എന്താ പറയുക, ഈ പുതിയതായിട്ടുള്ള കുറേ പ്ലേയേഴ്സ് ഉണ്ടായിരുന്നു, അവരെയൊക്കെ ഞാൻ എന്താ പറയുക കുറേ അടിയിലായിരുന്നു വെച്ചിരുന്നു, അവരൊന്നും ഇറക്കാറില്ലായിരുന്നു. ഇപ്പം ഞാൻ ജസ്റ്റ് എംബാപ്പയൊക്കെ 98 ഏകദേശം സ്റ്റാമിനുള്ള പ്ലെയറാണ്. അപ്പം അത് നമ്മുടെ മാച്ചിൽ എന്താ പറയുക, ഞാൻ ഒരു ജാപ്പനീസ് മാച്ച് കളിച്ചപ്പോൾ നല്ല ഇതായിരുന്നു ഗൈസ്. അപ്പോൾ നോക്കാം ഗൈസ്. വീണ്ടും ത്രോയിങ് കിട്ടിയിരിക്കുകയാണ്. എന്തായാലും നമുക്ക് നോക്കാം ഗൈസ് എംബാപ്പയുടെ ഒക്കെ കളി ഇങ്ങനെ ഉണ്ടാവുന്നത്. കുറേ നമ്മൾ ഇറക്കിയിട്ട്. അക്കർലെ ടു മെസ്സി. നെയ്മർ ടു മെസ്സി ഗൈസ്. നല്ലൊരു ചാൻസ്. ഈ ഹെർണാണ്ടസ് നല്ലൊരു ചാൻസ് ആയിരുന്നല്ലോ ഗൈസ്, മിസ്സാക്കില്ല നമ്മൾ ഗൈസ്. അങ്ങനെ ഇന്നത്തെ മാച്ച് കഴിഞ്ഞിരിക്കുകയാണ്. അവരൊരു ഗോളിനും ജയിച്ചിട്ടുണ്ട് ഗൈസ്. അപ്പോൾ എന്തായാലും കുഴപ്പമൊന്നുമില്ല. നമുക്കിനി ടീം സെറ്റാക്കി ഒന്നുകൂടെ ഇനിയും വരാൻ മാച്ച് എന്തായാലും സെറ്റാക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഉറപ്പായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ. അപ്പോൾ മറ്റൊരു വീഡിയോ വരുന്നവരേക്കും ഇറ്റ്സ് മീ, ബൈ.